എനിക്ക് മമ്മൂക്ക കരയുന്നത് കാണാൻ ഇഷ്ടമാണ്, ഗതഗതപ്പെടുന്ന ഇഷ്ടമാണ്. മമ്മൂക്ക എല്ലാവരാലും ഹ്യൂമിലിയേറ്റ് മാറി നിൽക്കുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനത്തെ പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ മമ്മൂക്കാരോട് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് വരുന്ന സിനിമാക്കാരെ എല്ലാവരെയും ഇവർ മലബാർ സിനിമക്കാരെന്ന് വിളിച്ചിട്ടില്ല. പൊന്നാനിയിൽ നിന്ന് വരുന്നവരെന്ന് മലബാർ സിനിമ, മലബാർ എവിടെ വരെ പെടും? പാലക്കാട് മുതൽ കാസർഗോഡ് വരെ വിടുമോ? കാസർഗോഡ് നിന്ന് ഇപ്പോൾ ഇഷ്ടംപോലെ സിനിമ വരുന്നില്ല. അവരെ മലബാർ സിനിമക്കാരെന്ന് വിളിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആരാണ് ഈ മലബാർ സിനിമക്കാർ? അപ്പോൾ മമ്മൂക്കാൻ്റെ മാക്സിമം എങ്ങനെ പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് മാത്രമായിരുന്നു എൻ്റെ ആദ്യത്തെ അറിവ്. എന്നെ ഭയങ്കര കരച്ചിൽ. പിന്നെ മമ്മൂക്ക ഞാൻ കുറേ വർഷമായിട്ട് എറണാകുളത്ത് സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടി അലഞ്ഞാൽ അവസാനം എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിരുന്നു ഈ മുണ്ട പ്രൊജക്റ്റ്. അത് മമ്മൂട്ടി പ്രൊജക്റ്റ്. അത് വേറെ അറിയില്ല, ലിജോ പലിശ്ശേരിക്ക് വേണ്ടിയിട്ടത്. അപ്പോൾ ലിജോ പലിശ്ശേരിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അത് ഈക്വലായിരുന്നു. നമ്മൾ അതായത് പോലീസ് ക്യാരക്ടറും കൊല്ലാൻ വരുന്ന ചെക്കനും ഒന്നായിരുന്നു. അതും നടന്നില്ല. അത് നടക്കാതെ പോയപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കി ചെയ്തപ്പോൾ മമ്മൂക്കായിട്ട് ഭയങ്കര പരിചയമായപ്പോൾ എനിക്ക് അപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഇങ്ങനെ അങ്ങനെയാണ് ഞാൻ എന്നാൽ പിന്നെ ഇത് നേരെ തിരിച്ച് ആ കുട്ടിക്ക് ചെറിയ റോളായിട്ടും ഇദ്ദേഹത്തിനെ വലുതാക്കിയിട്ടും ഇൻട്രോ തന്നെ ആ കള്ളൻ പോക്കറ്റ് അടിക്കുമ്പോൾ മണിസാർ നോക്കി ചിരിക്കുന്നേ ഉള്ളൂ. അത് 2-3 കാര്യങ്ങളാണ്. ഒന്ന് അവിടെ നടക്കുന്ന ഒരു കാര്യത്തിൽ ഇവർ പിന്നീട് അത് പറയുന്നുണ്ട്. അത് വാര്യംകുന്ന് എൻ്റെ നടക്കാതെ പോയപ്പോൾ അതൊക്കെ അങ്ങനെ ആലോചിച്ചു. വാര്യംകുന്നിൻ്റെ ജീവിതം സിനിമയാക്കണം, അത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അതിന് കഴിയുന്നിടത്തോളം ആക്ച്വൽ പിന്നെ ഡോക്യുമെൻറ്റ്സ് റെഫറൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് സത്യമായിട്ട് അവതരിപ്പിക്കണം എന്നതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ്. നമസ്കാരം, മീഡിയ വണ്ണോടൊപ്പം ഹർഷദ്. സ്വാഗതം. ഇപ്പം വള എന്ന് പറയുന്ന അടുത്ത ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ്. അപ്പോൾ മുൻപ് വന്നിട്ടില്ല, ഇപ്പോൾ ഉണ്ടയാണെങ്കിലും പുഴുവാണെങ്കിലും കഠിന കടോരാണെങ്കിലും ഇതിൽ ട്രെയിലറോ ടീസറോ വരുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊരു പൊളിറ്റിക്കൽ ലെയർ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരം ഒരു പൊളിറ്റിക്കൽ ലെയറിൻ്റെ വായന അതിനകത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ വളയുടെ ട്രെയിലറിൽ അത് വളരെ ഹിഡൻ ആണോ അല്ല, അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ചായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് മനഃപൂർവ്വം ഉള്ളൊരു ശ്രമമാണോ? എന്താണ് വളയുടെ ഒരു ഉദ്ദേശം? അതെ, മനഃപൂർവ്വമായിട്ടുള്ള ശ്രമമാണ്. ഓക്കെ, അപ്രോച്ച് മാറ്റുക എന്നുള്ള. അതായത് നമ്മൾ കൊമേഴ്സ്യൽ സിനിമ ചെയ്യാന്നുള്ള ഉദ്ദേശിച്ചിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ശ്രമിച്ചതാണ്. അത് വർക്കായോ ഇല്ല എന്നൊക്കെ റിലീസായിട്ട് ജനങ്ങളാണ് കണ്ട് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അതൊന്നും കിട്ടാത്തത്. ഇപ്പം നമ്മൾ ഒരു സിനിമ ആശയങ്ങൾ പറയാനായിട്ട് സിനിമ ഉപയോഗിക്കുകയാണ് എന്നുള്ളത് മുൻപ് ഹർഷദ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ആശയം സംസാരിക്കുക മാത്രമല്ലല്ലോ, അത് കേൾക്കുക എന്നുള്ളത് കൂടെ ഇല്ലേ? അതിനുവേണ്ടി കൊമേഴ്ഷ്യൽ സിനിമകളെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമകൾ കുറച്ചുകൂടെ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. അതേസമയം തന്നെ സെൻസർ ബോർഡിന്റെ വലിയ രീതിയിലുള്ള കടന്നുകയറ്റം സിനിമകളിൽ വരുന്നുണ്ട്. പെർട്ടിക്കുലർ സിനിമകൾക്ക് മാത്രമേ ഇവിടെ അവസരങ്ങൾ ഉണ്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ കൊമേഴ്ഷ്യൽ സിനിമകളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ഇത്തരം ടൂളുകൾ സംഘ് യൂസ് ചെയ്യുന്ന സമയത്ത് സിനിമ എടുക്കുക എന്ന് പറയുന്ന ഒരു ചലഞ്ചാണോ? അല്ല, 2 രൂപത്തിലുണ്ട്. സെൻസർ ബോർഡ് എന്നുള്ള ഒരു സംവിധാനം തന്നെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലല്ലേ ഉള്ളത്, എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ചല്ലേ പറയുന്നത്. സെൻസർ ബോർഡിനോട് അവർ കണ്ട് അപ്രൂവലാക്കിയാലാണല്ലോ സിനിമ ഇവിടെ നമുക്ക് പ്രദർശിച്ച് കിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ ഇരുന്നു കൊണ്ടാണല്ലോ നമ്മൾ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അതിൽ സെൻസർ ബോർഡിൽ അതാത് പിന്നെ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാരുടെ താല്പര്യങ്ങൾ, ഭരണവർഗത്തിൻ്റെ താല്പര്യങ്ങൾ, പാർട്ടികളുടെ താല്പര്യങ്ങൾ, ഇതൊക്കെ വന്നും വരാതെയൊക്കെ ഇരിക്കാം. അപ്പോൾ അത് എപ്പോഴും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ അതായത് നിങ്ങൾക്ക് ഈ മോഡി ഗവൺമെൻറ്റിൽ തന്നെ അവരുടെ നയങ്ങൾക്ക് വിരുദ്ധമായ സിനിമകളും ഇവിടെ സെൻസർ ചെയ്യപ്പെട്ട് വരുന്നുണ്ട്, അല്ലാതെയും വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുകയെന്നില്ല. സെൻസർ ബോർഡ് എന്നുള്ള ഒരു സെൻസർ ചെയ്തിട്ടാണ് സിനിമ ജനങ്ങളിൽ എത്തുക എന്നുള്ള അതാണ് നമ്മൾ പുനഃപരിശോധിക്കേണ്ടത്. അത്രേ ഉള്ളൂ. അപ്പോൾ മറ്റേത് ഓരോ താല്പര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കുറേ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ടാവും. അങ്ങനെ ചിലർക്ക് ഇപ്പോൾ ഇതൊക്കെ എന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസർ ബോർഡ് മാത്രമായിട്ട് ആശങ്കപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് പറയാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. സെൻസർ ബോർഡ് മാത്രമാണ് ഇവിടെ നമ്മളെ. ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ഏറ്റവും വലിയ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് സെൽഫ് സെൻസർഷിപ്പാണ്. അതായത് ഒരു വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വയം തന്നെ ഇത് പ്രശ്നമായേക്കാം,
ഇതിവിടെ പറയേണ്ടതില്ല, ഇത് പറയുന്നത് കൊണ്ട് എന്താണ് ഗുണം, അത് ചിലപ്പോൾ കുഴപ്പമുണ്ടാവും എന്ന് സ്വയം തന്നെ തീരുമാനിച്ചിട്ട് നമ്മളുടെ എഴുത്തിൻ്റെ പ്രോസസ്സ് മുതൽ തന്നെ നമ്മൾ തന്നെ സെൻസർ ചെയ്യുന്ന ആണിപ്പോൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് താരതമ്യം. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രവണത കാണുന്നുണ്ട് മൊത്തത്തിൽ, പ്രത്യേകിച്ചും 2014 ശേഷം കാണുന്നുണ്ട്. നമ്മൾ പൊതുവെയുള്ള പലരുടെയും ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഞാൻ നമ്മളെ ഇവിടുത്തെ മാത്രമല്ല കേട്ടോ പറഞ്ഞത്, മൊത്തം ഇന്ത്യയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അത് സെൽഫ് സെൻസർഷിപ്പ് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് കൂടുതൽ അപകടമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മള് എമ്പുരാൻ വരുന്ന സമയത്ത് പല വെട്ടുകളോടുകൂടിയാണ് രണ്ടാമത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമ, അത് പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന സ്റ്റാർ കാസ്റ്റിങ്ങോട് വരുന്ന സിനിമയാണ്. അത് വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയ സിനിമയാണ്, ആളുകൾ ഏറ്റെടുക്കാൻ സാധ്യത ഏറെയുള്ള സിനിമയാണ്. ആ സിനിമയ്ക്ക് പോലും വലിയ രീതിയിൽ സംഘപരിവാർ ആക്രമണം ഉണ്ടാവുകയാണ്. ആ ആക്രമണം ഉണ്ടായതിൻ്റെ പേരിൽ മാത്രം അതിലെ പല ഭാഗങ്ങളും ഒഴിവാക്കപ്പെടുകയാണ്. അതായത് ചരിത്ര രേഖകളായിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അവിടെ ഒഴിവാക്കപ്പെടുന്നത്. ഇത് തന്നെയാണോ ഇത്തരം സെൽഫ് സെൻസർഷിപ്പിനുള്ള കാരണമായി വരുന്നത്? നിങ്ങൾ ഇത്തരം സിനിമകൾ ചെയ്താൽ അതിവിടെ കാണിക്കാൻ പറ്റില്ല, അല്ല അതിന് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ള ഭയപ്പെടുത്തൽ കാരണമാണോ ഈ പറയുന്ന സെൽഫ് സെൻസർഷിപ്പ് ഉണ്ടാകുന്നത്? എന്താണ് എമ്പുരാന്റെ കേസിൽ സെൽഫ് സെൻസർഷിപ്പ് നടന്നില്ലല്ലോ, അവർ അങ്ങനെ റിലീസ് ചെയ്തില്ലേ? അല്ല, അത്തരത്തില് പ്രത്യാഘാതങ്ങൾ മാത്രമല്ല, റിലീസായ എനിക്ക് തോന്നുന്ന പ്രിവ്യൂ കണ്ടിട്ട് പിന്നീട് വാളെടുത്ത ആൾക്കാരൊക്കെ പ്രിവ്യൂവിന്റെ സമയത്ത് അടിപൊളിയാന്ന് പറഞ്ഞ വീഡിയോസൊക്കെ നമ്മൾ കണ്ടില്ലേ. എമ്പുരാൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ ആദ്യം അനുകൂലിച്ചവർ തന്നെയാണല്ലോ പിന്നെ അത് എതിർത്ത് വന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ള സ്വയം പിന്നെ കൺട്രോളിങ് സെൻസർഷിപ്പ് അല്ലാന്നോ, അത് ഡിഫറെൻ്റ് ആണ് കേസ്. അവര് സെൻസർഷിപ്പ് ചെയ്തു എന്നല്ല, അത്തരം ഇൻസിഡന്റുകൾ ഇവിടെ ഉണ്ടാവുന്നത് പിന്നീടുള്ള എഴുത്തുകാരിൽ അത്തരം ഒരു സെൽഫ് സെൻസർഷിപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യതയില്ലേ? അത് മാത്രമായിക്കൊള്ളുന്നില്ല. നമ്മൾ എന്തിനാ ഇപ്പോൾ അനാവശ്യമായ ഡിസ്കഷന് പോകുന്നത്? നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലേ. അതിലേക്ക് എന്തിനാ അനാവശ്യമായ ചർച്ചകൾ കൊണ്ടുവരുന്നത്? ആരെയും വെറുപ്പിക്കുന്ന എന്തിനാ? ഇൻഡസ്ട്രി അല്ലേ, പണം മുടക്കുന്ന ഒരു കലയല്ലേ, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും ചെയ്യാമല്ലോ. അപ്പം അതിൻ്റെ തോത്, അതായത് എവിടെ തൊട്ടാലും കേസ് വരിക, സോഷ്യൽ ബോയ്ക്കോട്ടിങ് വരിക, സോഷ്യൽ മീഡിയയിൽ ഈ സൈബർ ബുള്ളിങ് വരിക, ഇത്തരം കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് സ്വയം സെൻസർ ചെയ്യാൻ വിധേയപ്പെടും. ഒരു പെർട്ടിക്കുലർ ഇവൻ്റോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു പ്രസംഗമോ ഒരു കേസോ ആയിക്കൊള്ളുന്നില്ല. മനോഘടനയിൽ വരുന്നൊരു മാറ്റമാണത്. അങ്ങനെ നമ്മൾ പാകപ്പെട്ട് വരികയും ചെയ്യുക. അതുകൊണ്ടാണല്ലോ ഇവിടെ കാര്യമായ ഡിസെൻറ്റുകളൊന്നും ഇല്ലാത്തത്. മലബാർ സിനിമകൾക്കൊരു പ്രത്യേക ഫ്ലോ ഇപ്പം ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ ഈ കഠിനകടോരം റിലീസാകുന്ന സമയത്താണ്, ഒരു പെരുന്നാക്കാവുന്നത് റിലീസാകുന്നത്, ആ സമയത്ത് തന്നെ സുലേഖ മനസ്സിൽ വരുന്നുണ്ട്, അയൽവാശി വരുന്നുണ്ട്. ഈ സിനിമകളെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, ആളുകൾ സംസാരിക്കുന്നുണ്ട്, തിയേറ്ററുകളിൽ ആളെ കയറ്റുന്നുണ്ട്, പാട്ടുകൾ വലിയ രീതിയിൽ ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ മലബാർ സിനിമകൾക്ക് അല്ലെങ്കിൽ മലബാറിൽ നിന്ന് വരുന്ന കഥകൾക്ക് ഒരു വലിയ രീതിയിലുള്ള സ്വാധീനം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷെ മുൻപ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ സ്റ്റീരിയോ ടൈപ്പുകളെ പൊളിച്ചുകൊണ്ടാണ് ആ ആഖ്യാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് പോലും. അതേസമയം മറ്റൊരു വശത്ത് മലബാർ സിനിമകൾ എന്നുള്ള ടൈറ്റിൽ ടാഗ് കൊടുത്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കളിയാക്കലുകളും വരുന്നുണ്ട്. ഈ ഒരു മലബാർ സിനിമകളെ കുറിച്ചുള്ള അർഷദ്ക്കയുടെ ഒരു POV എന്താണ്? നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലേ, ഈ മലബാർ സിനിമ എന്ന് പറയുമ്പോൾ മലബാർ ഏരിയയിലുള്ള സിനിമ എന്താ ഉദ്ദേശം? അല്ല, പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള ടാഗുകൾ വരുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു മേക്കേഴ്സ് ഹു ആർ ഫ്രം ലൈക് മലബാർ റീജിയൻ ആണെന്ന് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ പുറത്ത് വന്നത് 3 സിനിമയാണ് പുറത്ത് വന്നത്. 3ാമത്തെ സിനിമയാണ് കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമ. ബാക്കി 2ഉം മമ്മൂക്ക പടമാണ്. അത് ഒന്ന് നടക്കുന്നത് ഛത്തീസ്ഗഡിലാണ്. ആ ഛത്തീസ്ഗഡിൽ നടന്ന ഞാൻ കാണിച്ച കഥാപാത്രങ്ങൾ ആരും തന്നെ കോഴിക്കോട് നിന്ന് മലബാറൊന്നുമില്ല. പിന്നെ 2ാമത്തെ സിനിമ എറണാകുളം തൃപ്പൂണിത്തുറ സെൻട്രലാണ്. അതിൽ അങ്ങനെ കാര്യമായിട്ട് മലബാർ സൈഡിൽ ആരില്ലല്ലോ, ഉണ്ടോ? എന്നുവെച്ചാൽ മലബാറിൽ അങ്ങനെ ഞാൻ ആകെ ഒരു മുസ്ലിം സബ്ജക്റ്റേ ചെയ്തിട്ടുള്ളൂ. മുസ്ലിം സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള ഒരു സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് വേണ്ടത്ര കൊമേഴ്സ്യലി സ്വീകരിക്കപ്പെടാതെ കഠിന കഠോരം ഈ അണ്ടക്കട എന്നുള്ള സിനിമ. അപ്പോൾ ഈ മറ്റേത് ഞാനോ എൻ്റെ കൂടെയുള്ള മലബാറിൽ നിന്നും സിനിമ എടുക്കുന്നവരോ ഞങ്ങൾ മലബാറി സിനിമകളാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയൽവാസി വരുന്നത് കോട്ടയം അപ്പുറത്തല്ല, ഇരുവാറ്റുപേട്ട ഉള്ള ജനങ്ങളുടെ കഥയാണ് വരുന്നത്. ആ സംവിധായകൻ പൊന്നാനിയിലായതുകൊണ്ട് സംവിധായകൻ പറഞ്ഞു
എൻ്റെത് മലബാർ സിനിമയാണ്. സക്കരിയ പറഞ്ഞു ഞാൻ മലബാർ സിനിമക്കാരൻ. അപ്പോൾ മലബാർ സിനിമക്കാരെന്ന് വിളിക്കുന്നത് വേറെ ആരുമാണ്. അവൻ എന്നെ വിളിക്കുന്നതിന് ഞാൻ ഉത്തരം പറയണമെന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമാണോ? ഞാൻ അവനെ കോട്ടയം സിനിമക്കാരെന്നോ തിരുവിതാംകൂർ സിനിമക്കാരെന്നോ തിരുവനന്തപുരം സിനിമക്കാരെന്നോ വിളിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ വിളിക്കാത്തടത്തോളം ഞാൻ അതിന് മറുപടി പറയേണ്ടതില്ല. അല്ല അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഒരു കാലത്ത് മട്ടാഞ്ചേരി ഗ്യാങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സിനിമയിൽ അത്തരം ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നു, ഗ്യാങ് ഉണ്ടാവുന്നു. ഇപ്പോഴും പലരും കളിയാക്കലുകൾക്കായിട്ട് ഇത്തരം ടേമുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതായത് വേറെ കാര്യമുണ്ട് ചന്ദ്ര, ഈ മലബാർ റീജിയനിൽ നിന്ന് വരുന്നത് അത് നമുക്ക് മനഃപൂർവ്വം ഉണ്ടാകുന്ന ഒരു അബദ്ധമാണ്. ശരിക്കും വിളിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് അതല്ല. അതെന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കോഴിക്കോട് നിന്ന് വരുന്ന സിനിമാക്കാരെ എല്ലാവരെയും ഇവർ മലബാർ സിനിമക്കാരെന്ന് വിളിച്ചിട്ടില്ല. പൊന്നാനിയിൽ നിന്ന് വരുന്നവരെന്ന് മലബാർ സിനിമ, മലബാർ എവിടം വരെ പെടും? പാലക്കാട് മുതൽ കാസർഗോഡ് വരെ വിടുമോ? കാസർഗോഡ് നിന്ന് ഇപ്പോൾ ഇഷ്ടംപോലെ സിനിമ വരുന്നില്ലേ? അവരെ മലബാർ സിനിമക്കാരെന്ന് വിളിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആരാണ് ഈ മലബാർ സിനിമക്കാർ എന്ന് അവർ വിളിക്കുന്നത് ആരെക്കുറിച്ചാണ് എന്ന് നമ്മൾ, എനിക്കറിയില്ല. ഞാനിങ്ങനെ ഒരു ചോദ്യം കൊണ്ടിട്ടതാ. വ്യക്തമാണ്. അതവിടെ ഇരിക്കട്ടെ, നീയല്ലേ ചോദിച്ചത്. എനിക്കറിയില്ല എന്താണ് ഈ മലബാർ സിനിമ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മലബാർ റീജിയൻ വൈസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ നിങ്ങൾ ഈ പറഞ്ഞ മലബാർ സിനിമക്കാരുടെ പൊതുവാള് വിടുവോ? പിന്നെ എന്നാത്താൻ കേസ് കൊടുക്കുന്ന സിനിമ മലബാർ സിനിമയായിട്ട് പെടുമോ? കാസർഗോഡ്, കണ്ണൂർ ആ ഭാഗത്തു നിന്നൊക്കെ സിനിമ വരുന്നുണ്ട്. ഇപ്പുറത്ത് പാലക്കാട് നിന്ന് വരുന്നുണ്ട്. പാലക്കാട് ബോർഡർ മലബാറിൽ പെടുമോ? അപ്പോൾ എവിടെയാണെന്നുള്ളത് വ്യക്തമാക്കേണ്ടത് നമ്മൾ അതായത് നിങ്ങൾ ആ ബ്രാൻഡ് ചെയ്ത ആൾക്കാരാണ് പറയേണ്ടത്. എന്താണ് മലബാർ സിനിമയോട് എന്താ ഉദ്ദേശിച്ചത്? എനിക്കറിയില്ലത്. ഞാൻ കോഴിക്കോടുകാരനാണ്, ഞാൻ വടകരാണ് ജനിച്ചത്. ഞാൻ കോഴിക്കോട് പശ്ചാത്തലമാക്കി ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങാൻ വന്ന വള പോലും കോഴിക്കോടോ മലബാറോ ബേസ് ചെയ്തിട്ടുള്ള പടമല്ല. കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള എറണാകുളം ഭാഗത്ത് നടക്കുന്ന കഥയാണ്. ഇപ്പൊ ഒരു കഥ കിട്ടും. ഇപ്പം പല കഥകളും ഇപ്പം ഉണ്ട തന്നെയാണെങ്കിലും ഖാലിദ് റഹ്മാന്റെ സ്റ്റോറിയിലാണ് അതിൽ തിരക്കഥ ഒരുക്കുന്നത്. അപ്പൊ നമ്മൾ തിരക്കഥ എഴുതുന്ന സമയത്ത് നമ്മളുടെ ഭാവനയിൽ ഒരു രൂപം ഉണ്ടാവുമല്ലോ. പക്ഷെ ആ കഥ കേൾക്കുന്ന ഡയറക്ടർക്ക് അല്ലെങ്കിൽ കഥ പറഞ്ഞിട്ടുള്ള ആൾക്ക് മറ്റൊരു ഭാവനയായിരിക്കാം. ഇപ്പം മൈൻഡിലുള്ള ഇമേജ് വേറെ ആൾക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിനെ സിനിമയായിട്ട് വരുന്ന സമയത്ത് ദൃശ്യം എന്ന് പറയുന്നത് ഡയറക്ടറിന്റെ ദൃശ്യമാണല്ലോ, പക്ഷെ ഭാവന എഴുത്തുകാരൻ്റെതാണ്. ഇതിലെപ്പോഴെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവും. ഉണ്ടയിലുണ്ടായിട്ടില്ല. ഉണ്ട ഡിഫറെൻ്റ് ആണ്, ബാക്കി എല്ലാത്തിലും ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കാരണം, ഉണ്ട എഴുതുന്നത് ആദ്യം റഹ്മാനിൻ്റെ അടുത്ത് ഈ ഒരു പത്രവാർത്ത കാണിച്ചിരുന്നു. അതിനു മുമ്പ് വേറെ പലരോടും സമീപിച്ചെന്ന് തോന്നുന്നുണ്ട്. അവസാനം എൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് അൻവർ റഷീദിൻ്റെ ഫ്ലാറ്റിൽ പുള്ളിയുടെ സിനിമയായിരുന്നു പെട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ പത്രവാർത്ത കാണിച്ചിരുന്നു. അതായത് ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ പോലീസുകാരുടെ ജീവിതം ദുരിതത്തിലോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഈ പോലീസുകാരൊക്കെ റഹ്മാൻ പോയി കണ്ടിട്ടുണ്ട്. അതായത് അവൻ ആദ്യത്തെ പടമായിട്ട് ഉദ്ദേശിച്ച ആയിരുന്നു ഉണ്ട. അന്ന് ഉണ്ടാകുന്ന പേരൊന്നുമില്ല ഈ പടം. അത് പക്ഷേ ഒരു വലിയ പ്രൊജക്റ്റാവും എന്നതുകൊണ്ട് നടക്കാൻ വൈകുകയും അതുകൊണ്ടാണ് ആ സമയത്താണ് ഇവൻ അനുരാഗ് കരിക്കുമ്പോൾ ചെയ്തിട്ട് അതിന് ശേഷം ഈ പടത്തിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവൻ പോയ പോലീസ് ക്യാമ്പുകളിലും പോലീസുകാരുടെ അടുത്തൊക്കെ ഞാനും പോയിട്ടുണ്ട്, അതായത് റഹ്മാൻ്റെ കൂടെ തന്നെ. അതിനുശേഷമാണ് ഞാൻ എഴുതാതിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായി എൻ്റെ ഭാവനയിലല്ല ഞാനത് എഴുതുന്നത്. ഞാൻ ഭാവനയിൽ എഴുതിയത് പിന്നെ ആ യാത്രയും ഛത്തീസ്ഗഡുമാണ്. ബാക്കിയെല്ലാം പോലീസുകാരൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇയാളെ പോലെ ആയിരിക്കണം, മണിസാർ ഇയാളെ പോലെ ആയിരിക്കണം, അങ്ങനെ കുറേ ക്യാരക്ടർ ഉണ്ട് ആദ്യം. ഒരുപാടുണ്ട്. ആദ്യം പറഞ്ഞപ്പോൾ ഒരുപാടുണ്ട്. പിന്നെ കുറഞ്ഞ് അവസാനമാണത് 9 പേരിൽ എത്തുന്നത്. അപ്പോൾ അവനെന്താണ് വിഷ്വൽ കാണുന്നത്, ഞങ്ങൾ എൻ്റെ ഒന്നായിരുന്നു ഭാവനയിൽ കണ്ടത്. കാരണം നമ്മൾ ആക്ച്വൽ സ്റ്റോറി ബേസ്ഡാണല്ലോ എഴുതുന്നത്. കാരണം ഉണ്ടയിൽ അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതിയതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, ഞാൻ, റഹ്മാൻ, ജിംഷി കാലത്ത്, സമീർ തായറിൻ്റെ ഒരു അളിയനുണ്ട് ക്യാമറയിൽ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരായിട്ടാണ് ഛത്തീസ്ഗഡിൽ ഇവിടുന്ന് വൈറോഡ് പോകുന്നത്. അപ്പോൾ ഛത്തീസ്ഗഡ് പോയി 4-5 ദിവസം അവിടെ താമസിച്ചതിന് ശേഷം പിന്നെയും ഞാൻ റീറൈറ്റ്, അങ്ങനെ ഒരു 10-12 പ്രാവശ്യം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം പോവുകയും ചെയ്യുന്നുണ്ട് ഛത്തീസ്ഗഡിൽ. അതുകൊണ്ട് ഞങ്ങളെല്ലാം രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ കാഴ്ചയാണ്. ഉണ്ടയിൽ അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല. ബാക്കി എല്ലാ പടത്തിനും അതുണ്ട്, അത് ഉണ്ടാവും. അത് ഇതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. കാരണം ഇതിൽ ബാക്കിയെല്ലാം ഞാൻ ഭാവനയിൽ എഴുതുന്നതാണല്ലോ.
എന്നിട്ട് ഞാൻ കഴിയുന്നത്രോളം ഡയറക്ടർമാരോടും ഒക്കെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണെന്നൊക്കെ പറയും. പിന്നെ എൻ്റെ തിരക്കഥയിലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അത്യാവശ്യം ഡീറ്റെയിലിംഗ് ആയിട്ട് എഴുതുന്ന സ്വഭാവമാണ് എനിക്ക്. അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. അതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ആർട്ടിസ്റ്റിനോ അതിൽ പിന്നെ മറ്റൊരു ഇമേജ് വരാതെ തടസ്സപ്പെടുത്തും സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ എഴുതരുത് എന്നോട് മമ്മൂക്ക പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എഴുതുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്. പിന്നെ അതിനുശേഷം പുഴുവിന് ശേഷമുള്ള സ്ക്രിപ്റ്റിൽ ഞാൻ അത്രയും ഡീറ്റെയിലുകൾ എഴുതാതിരിക്കാൻ ശ്രമിക്കും. പക്ഷേ കഠിന കടവത്തിൽ എന്നോട് എനിക്കങ്ങനെ എഴുതണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്റ്റെൻഡ് പോകും. അതായത് ഇരിക്കുമ്പോൾ കൈ എങ്ങോട്ടാണ് വെക്കുന്നത്, എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയാണ് പോകുന്നത്, മുഖം എങ്ങോട്ടാണ് അതൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അതൊരു ഡയറക്ടറെയും ആർട്ടിസ്റ്റിനെയും നമ്മളൊരു കെട്ടിയിടും പോലെയാണെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ചിലർക്കത് ഗുണമാണെന്നും അങ്ങനെയുമുണ്ട്. അപ്പോൾ ഈ ഡയറക്ടർ എന്താണ് നമ്മളെ എഴുത്ത് വായിച്ചിട്ട് മനസ്സിൽ കാണുന്നതെന്നുള്ളത് നമുക്കത് മനസ്സിലായി തുടങ്ങുമ്പോഴാണെന്ന് വെച്ചാൽ മറ്റ് ക്രൂ മെമ്പേഴ്സായിട്ടുള്ള ഡിസ്കഷൻ ലെവലിൽ ഇരിക്കുമ്പോൾ, ഇപ്പോൾ ആർട്ട് ഡയറക്ടറാണെങ്കിലും കോസ്റ്റ്യൂം ഡയറക്ടറാണെങ്കിലും ഇവരുടെയൊക്കെ ഡയറക്ടറാണല്ലോ ഇത് പറയാം, ബ്രീഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് സംഭവം. അപ്പോൾ ചിലപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡ്രാഫ്റ്റ് ചിലപ്പോൾ മാറ്റേണ്ടി വരും. അങ്ങനെ അത് അപ്പുറം ഇപ്പുറവും ഡിസ്കഷനിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു രീതിയാണല്ലോ ഈ സംഭവം. ഫ്രിക്ഷൻ എന്തായാലും ഉണ്ടാവും, കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ആ കോൺഫ്ലിക്റ്റിൽ നിന്നാണ് പുതിയൊരു നല്ലൊരു സാധനം ഉണ്ടാവുക. അല്ലാണ്ട് ഞാൻ കണ്ടത് തന്നെ അല്ലെ അയാൾ കണ്ടത് തന്നെ അങ്ങനെ ഇല്ല ഈ സിനിമയിൽ. ഇപ്പോൾ ആദ്യത്തെ സിനിമയിൽ ഉണ്ടയിൽ, പിന്നീട് വന്ന പുഴുവിൽ, കഠിന കടവരത്തിൽ, ഇതിലെല്ലാത്തിലും പോലീസ് ഒരു കോമൺ ഫാക്ടറാണ്. അല്ലെങ്കിൽ പോലീസ് ഇതുവരെ നമ്മൾ ഇപ്പോൾ ഉണ്ടയിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞാൽ അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഹീറോയിക് ആയിട്ടുള്ള പോലീസ് അല്ലെങ്കിൽ ആളുകളിലേക്ക് ഒരു കോരിത്തെരിപ്പ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള പോലീസ് ക്യാരക്ടേഴ്സിന് ഡിഫറെൻ്റ് ആണ് ഈ ക്യാമ്പിൽ വന്നിട്ടുള്ള പോലീസുകാരൻ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് മണിസാർ ഈ പറയുന്ന നായകത്വം ഒന്നുമില്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള പലപ്പോഴും പതറിപ്പോകുന്ന ഒരു നായകനാണ്. ആ ഒരു മാറ്റം ഉണ്ടല്ലോ, അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള വീരന്മാരെ, ഇപ്പം ഈവൻ മമ്മൂട്ടി തന്നെ അഭിനയിച്ചിട്ടുള്ള പല പോലീസ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര അഡ്രിനാലിൻ ബൂസ്റ്റ് തരുന്ന മറ്റൊരു തരത്തിലുള്ള ക്യാരക്ടറാണ്. ഇതിനെ ഈ പറഞ്ഞ പോലെ പൊളിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ഫാക്ടിനെ വീണ്ടും ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. ഈ പറയുന്ന ഒരു തിരുത്താണല്ലോ അത് അവിടെ വരുന്നത്. പക്ഷെ അതേസമയം ഇപ്പൊ പുതുതായിട്ട് വരുന്ന സിനിമകൾ, പ്രത്യേകിച്ച് ഷായി കബീറിന്റെ പോലീസുകാരൊക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയമാണ്. ഈ ഇത്തരം ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഗ്ലോറിഫിക്കേഷൻ പ്രശ്നമാണ് തോന്നിയിട്ടുണ്ട്. അതാണോ ഇവിടെ തിരുത്താൻ ശ്രമിച്ചത്? അതല്ല, ഞാൻ പറയില്ല, ഞാൻ എന്തെങ്കിലും തിരുത്താൻ വേണ്ടിയിട്ടല്ല എഴുതുന്നത്. ഞാൻ പറയില്ല, ഞാൻ ഇവരൊക്കെ കണ്ടതാണ്. ഞാൻ മാത്രമല്ല, ഞാൻ റഹ്മാനെ പോയി കണ്ടതാണ്, ഈ പോലീസുകാരൊക്കെ കണ്ടതാണ്. പിന്നെ ഏതാണ്ട് മണിസാറുമായിട്ട് സാമ്യമുള്ള ഒരു എസ് ഐ ഉണ്ടായിരുന്നു. അയാളാണ് മോഡൽ, അതാണ് എന്ന് പറഞ്ഞിട്ട് അയാളെ കൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്തു. അപ്പം പുള്ളിയുടെ ബിഹേവിയർ പാറ്റേണും സംസാര രീതിയൊക്കെയാണ് എഴുത്തിലൊക്കെ വന്നത്. എനിക്ക് മമ്മൂക്ക ആണ് ഇത് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഒരു നീ പറഞ്ഞ അഡ്രിനാലിൻ സാധനം, എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ മമ്മൂക്കാൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് മമ്മൂക്ക ഫാനാണ് ഞാൻ. അപ്പോൾ മമ്മൂക്കാൻ്റെ മാക്സിമം എങ്ങനെ പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് മാത്രമായിരുന്നു എൻ്റെ ആദ്യത്തെ ആലോചന. എന്നെ ഭയങ്കര കാരണം വെച്ചാൽ പിന്നെ മമ്മൂക്ക ഞാൻ കുറേ വർഷമായിട്ട് എറണാകുളത്ത് സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടി അലഞ്ഞ് അവസാനം എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിരുന്നു ഈ മുണ്ട പ്രൊജക്റ്റ്. അത് മമ്മൂട്ടി പ്രൊജക്റ്റ്. ആദ്യം അൻവർ റഷീദായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. മമ്മൂക്കായിരുന്നപ്പോഴാണ് ഞങ്ങൾ ഛത്തീസ്ഗഡിലൊക്കെ പോയത്, അതായത് മമ്മൂക്കാനെ കണ്ടൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ട്രിപ്പ് അതായിരുന്നു, മമ്മൂക്കാനെ വെച്ചുകൊണ്ട് മമ്മൂക്കാനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് മമ്മൂക്കാൻ്റെ ഫിലിമോഗ്രഫി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സ്വകാര്യമായ ഒരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. മമ്മൂക്കാൻ്റെ ഫിലിമോഗ്രഫി പറയുമ്പോൾ ഈ ക്യാരക്ടർ പറയണം, അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ അയാളുടെ ന്യൂആൻസൻസും ബിഹേവിയർ പാറ്റേണും അങ്ങനെ ഉണ്ടാക്കുന്നത്. അതായത് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു അതിൻ്റെ മേലെയാണ് ചർച്ച നടക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് പിന്നെ അവനാടിയിലുള്ള പരിപാടികളല്ലല്ലോ വേണ്ടത്. എനിക്ക് മമ്മൂക്ക കരയുന്നത് കാണാൻ ഇഷ്ടമാണ്, ഗതഗതപ്പെടുന്നത് ഇഷ്ടമാണ്. മമ്മൂക്ക എല്ലാവരാലും ഹ്യൂമിലിയേറ്റപ്പെടുത്ത് മാറി നിൽക്കുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനത്തെ പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ മമ്മൂക്കാനോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെയൊക്കെ അത്തരം മുഹൂർത്തങ്ങൾ ഇതിലുണ്ടാവണം. ഇതൊക്കെ ആയിരുന്നു എൻ്റെ ആലോചന. അപ്പോൾ അതെങ്ങനെ ടോട്ടൽ കഥയുമായിട്ട് സിങ്കായി വരും എന്നതൊക്കെ ഞാൻ ആലോചിച്ചുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ
പിന്നെ മൊത്തം ഒരു എന്താ നടന്നതൊക്കെ ഉണ്ടല്ലോ, കുറച്ച് എനിക്ക് അതിൽ ഫിക്ഷൻ കയറ്റേണ്ടതെന്നുള്ളത്. മാക്സിമം ഞാൻ നോക്കിയത് ക്യാരക്ടർ ബിൽഡിങ്ങിലാണ് പണിയെടുത്ത അധികം. ഇവൻറ്റ്ഫുൾ അല്ലല്ലോ, ഭയങ്കരമായ ഇവൻറ്റ്ഫുൾ പരിപാടിയല്ല. ഇപ്പം നിങ്ങളിപ്പോൾ മറ്റ് പടങ്ങൾ ഒക്കെ എടുത്തു നോക്കിയാൽ ഇതുപോലെ പുറത്ത് പോയിട്ട് നമ്മളിവിടുത്തെ നായകന്മാർ പുറത്ത് പോയിട്ടുള്ള അഭ്യാസം കാണിക്കുന്ന പടങ്ങളെടുത്ത് ഭയങ്കര ഇവൻറ്റ്ഫുൾ ആയിരിക്കും. അത്രമാത്രം ഇവൻറ്റ്ഫുൾ അല്ല. ഉദാഹരണത്തിന് ഇവരെത്തുന്ന സ്ഥലത്ത് അവിടെയുള്ള ഒരു ഇവൻറ്റിലും ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ഇൻവോൾവ് ചെയ്യുന്നില്ല. അതിനുള്ള സ്പേസ് ഇല്ല, ജോഗ്രഫിക്കലി ഉണ്ടാക്കാലോ. അത് ഒരു ക്രിയേറ്റർ വിചാരിച്ച ഉണ്ടാക്കുകയും ചെയ്യാം. അത് ബോറാവോ ഇല്ലെന്നുള്ള മറ്റൊരു ചോദ്യം. അതായത് നമുക്ക് അവിടെ പോകുമ്പോൾ എന്തിലും, ഉദാഹരണത്തിന് ഫസ്റ്റ് ഇൻട്രോ തന്നെ ആ കള്ളൻ പോക്കറ്റ് അടിക്കുമ്പോൾ മണിസാർ നോക്കി ചിരിക്കുന്നേ ഉള്ളൂ. അത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ നടക്കുന്ന ഒരു കാര്യത്തിൽ ഇവർ പിന്നീട് അത് പറയുന്നുണ്ട്. പിന്നീട് ഈ മറ്റേ EVM ടാമ്പറിങ്ങിനായിട്ട് ആൾക്കാർ വരുന്നുണ്ടല്ലോ, അല്ല കള്ള വോട്ട് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട്. കള്ള വോട്ട് ചെയ്യാനാണ് 2 ക്രൈമാണ് അവിടെ നടക്കുന്നുണ്ട്, 2 നടക്കുന്നത്. ആ അർത്ഥത്തിൽ അത് ആൾക്കാർക്ക് കിട്ടിയോന്നറിയില്ല. അതായത് ഒന്ന് കള്ള വോട്ടും ഒന്ന് EVM ടാമ്പറിങ്, 2 നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ കള്ള വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇതിൽ ഇടപെടണമെന്ന് ചോദിക്കുമ്പോൾ ഇടപെടേണ്ടില്ല, ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടെങ്കിലേ ഇടപെടേണ്ടുള്ളൂ എന്നൊരു ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ആ ഓപ്പണിങ്സിൽ ഈ മണിസാറിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഒരു നോട്ടം കൊണ്ട് അത് തിരുത്താൻ പറ്റുമെങ്കിൽ അത് മതി എന്നുള്ള, പിന്നെ അയാൾ ഒരു എസ് ഐ ആവാനുള്ള ആളല്ല. അയാൾ എസ് ഐ ആവേണ്ട ഒരാളാണ്. എസ് ഐ പെരുമാറും പോലെയല്ല പുള്ളി പെരുമാറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഷെയ്ഡുകളൊക്കെ വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന് പെർഫോം ചെയ്യാനുണ്ടാവും. ക്യാരക്ടർ മുളച്ച് നിൽക്കും, എഴുന്ന് നിൽക്കും, അയാൾക്കൊരു രൂപം ഉണ്ടാവും. ഇതായിരുന്നു എൻ്റെ ട്രിപ്പ്. അതൊക്കെയായിരുന്നു. അല്ലാതെ എന്തെങ്കിലും അങ്ങ് പൊളിച്ചാളിയാന്നുള്ളത് സ്വാഭാവികം പൊളിഞ്ഞു പോകുന്നത്. അത് എന്താ പറയുക, എതിർപ്പാണോ എന്ന് എനിക്കറിയില്ല. ഈ ഉണ്ട സിനിമയുടെ ഏറ്റവും അവസാനം അതുവരെ ഈ നിലനിൽക്കുന്ന വ്യവസ്ഥകളെല്ലാം ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും കാണുന്ന ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഞാൻ ഡിനേ ചെയ്യില്ല. ഞാൻ എഴുതുമ്പോൾ അത് ഉദ്ദേശിച്ചില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടപ്പോ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് എൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം വരുന്നതായിരിക്കുന്നേ. ഞാൻ പറഞ്ഞതില്ലേ, ഞാൻ ബോധപൂർവം എഴുതുന്നില്ല എന്നാ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇന്ന ആളെ അല്ലെ ഇന്ന ഇതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ വിചാരിക്കും. പക്ഷേ അതിനോടൊക്കെയുള്ള എതിർപ്പ് എൻ്റെ ഉള്ളിലുണ്ടാവില്ലേ, അത് റിഫ്ലക്റ്റ് ചെയ്യും. അല്ലാണ്ട് നാളെ മുതൽ നമുക്ക് ഇതങ്ങ് പൊളിച്ചളയാം അങ്ങനെ ഇരുന്ന് എഴുതുന്നതല്ല. അങ്ങനെ നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ എനിക്ക് അങ്ങനെ രാഷ്ട്രീയമായിട്ട് ഇന്ന സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് തോന്നിയത് ചിലപ്പോൾ ചരിത്ര സിനിമയൊക്കെ ആയിരിക്കും. ഉദാഹരണത്തിന് വാര്യംകുന്നൻ, എൻ്റെ നടക്കാതെ പോയ പ്രശ്നം, അതൊക്കെ അങ്ങനെ ആലോചിച്ചു. വാര്യംകുന്നൻ്റെ ജീവിതം സിനിമയാക്കണം, അത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്, അതിന് കഴിയുന്നിടത്തോളം ആക്ച്വൽ പിന്നെ ഡോക്യുമെൻറ്റ്സ് റെഫറൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് സത്യമായിട്ട് അവതരിപ്പിക്കണം എന്നതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ്. അങ്ങനെയൊക്കെയല്ലാണ്ട് ഈ മറ്റു സിനിമകൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടിരുന്നില്ല. ഈ ചില ചരിത്ര വാസ്തവങ്ങൾ മാത്രം സിനിമയാക്കാൻ പാടില്ലാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടോ? അന്തരീക്ഷമൊക്കെ ഒത്തുവന്നാൽ എല്ലാം വരും. ഇപ്പൊ അത് ഒത്തു വന്നിട്ടില്ല, അതുകൊണ്ട് നടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം പോലീസ് ബ്രുട്ടാലിറ്റി എന്ന് പറയുന്നത്, അതിൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന അക്രമങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഉണ്ടയുടെ ക്ലൈമാക്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ലാത്തി ചാർജ് ആണ് ആക്ച്വലി അവർ ചെയ്യുന്നത്. അവരുടെ കയ്യിൽ വേറൊന്നും പ്രതിരോധത്തിനില്ല. അത് സമയത്ത് മണിസാറ് പറയുന്നുണ്ട്, കേരള പോലീസിനെ ലാത്തി ചാർജ് ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ലാത്തി ചാർജ് ആണ് അവിടെ വരുന്നത്. അതിനൊരു തരത്തിൽ ആ സിനിമ ഗ്ലോറിഫൈ ചെയ്യുന്നില്ലേ? പോലീസല്ലേ? അതെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങള് ഇപ്പൊ കറക്റ്റ് റൂട്ടിലേക്ക് വന്നു. അതായത് ഇപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ സാധനമൊക്കെ നിങ്ങൾ തന്നെ ഡിനൈ ചെയ്തില്ലേ. മണിസാർ എന്ന് പറയുന്നതിനെ ഒരു സാധാരണ പോലീസുകാരനെ അതുവരെ കണ്ട പോലീസായിട്ടല്ല അവതരിപ്പിച്ചെന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ തന്നെ ഇപ്പൊ പൊട്ടിച്ചില്ലേ? അത് അങ്ങനെ മനഃപൂർവ്വം കൊടുത്താണ്. പോലീസിന്റെ കഥയല്ലേ പറഞ്ഞു. അപ്പൊ അതില് ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഇല്ല. പോലീസിന്റെ കഥയല്ലേ. പോലീസ് എന്താ ചെയ്യേണ്ടത്? പോലീസ് ചെയ്യേണ്ടത് ചെയ്യും. ആ പോലീസുകാരുടെ ഇടയിൽ കുറച്ച് നല്ല മനസ്സുള്ള, അതായത് നല്ല മനസ്സെന്ന് പറഞ്ഞാൽ അയാൾ വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് അയാൾ സഹപ്രവർത്തകരോടൊക്കെ ഇടപഴകുന്നുണ്ട്, പ്രോട്ടോകോൾ നോക്കാതെ പെരുമാറുന്നുണ്ട്. അതിന്റെ ഭവിഷ്യത്ത് അയാൾ അനുഭവിക്കുന്നുണ്ട്. അയാളോട് ഒരു SIനോട് ചോദിക്കാൻ പറ്റാത്ത ചോദ്യമൊക്കെ സബോർഡിനേറ്റ് ചോദിക്കുന്നുണ്ട്, പെരുമാറുന്നുണ്ട്, അയാളെ കോർണർ ചെയ്യുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്, അയാളുടെ ലീഡർഷിപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടൊന്നും ഭയങ്കര ലൗഡായിട്ട് പ്രതികരിക്കുന്നില്ല. ക്ഷമിച്ചാരാടാ ഊവെന്നാ പറയുന്നത്. അപ്പൊ അത്രയും സാധാരണക്കാരുടെ മണിസാറാണ്. പക്ഷെ അയാൾ പോലീസാണ്. ആഫ്റ്റർ ഓൾ അയാൾ പോലീസിന്റെ ഡ്യൂട്ടി, അയാൾ അത്രയും ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് വന്ന ആളാണ്.
ട്രെയിൻഡാണ്, പോലീസാണ് അയാൾ. അതൊരു വശം. രണ്ടാമത്തെ വശം എന്ന് വെച്ചാൽ ആൾട്ടുകതർ അയാൾ എന്താ ചെയ്യുന്നത്, പോലീസ് എന്താ ചെയ്യുന്നത്? EVM ടാമ്പർ ചെയ്യപ്പെട്ട മെഷീൻ എടുത്തിട്ട് പട്ടാളക്കാരെ കൊണ്ട് കൊടുക്കില്ല ചെയ്യുന്നത്. അല്ല, അതാണല്ലോ സുരക്ഷിതമായിട്ട് കൊടുക്കുന്നത്, അതാണല്ലോ പടം തീരുന്നത്. ഇല്ലേ? അതെ, അത് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിച്ചു. താങ്ക് യു. മുഴുവനും പോലീസാണ് അയാള്. അതെ, അത് നേരെ തിരിച്ചു വരുന്നുണ്ട്. ഇല്ല, അയാളും പോലീസ് അയാൾ പോലീസ് ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന സൗഹൃദങ്ങളും ഇൻഫ്ലുവൻസ് ഒക്കെയാണല്ലോ പിന്നീട് പലതിനും ഉപയോഗിക്കുന്നത്. അതെ, ഓക്കെ. സോ പോലീസാണ് എന്നുള്ളത് തന്നെ. പോലീസിനെ ഒരു നിലക്കും ഗ്ലോറിഫൈ ചെയ്ത് പോലീസിലെ മനുഷ്യൻ ഇപ്പൊ ഉണ്ട കഴിഞ്ഞിട്ട് തന്നെ ഏറ്റവും കൂടുതൽ വിളിച്ച പോലീസുകാരാ. ആണോ? അവർ പലതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോലീസിന്റെ അതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ വ്യക്തിപരമായിട്ട് ഒരുപാട് വിഷമങ്ങളൊക്കെ പങ്കുവച്ചു. ഇപ്പം ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട്. അതായത് പോലീസാണെങ്കിൽ പോലും അവർ മനുഷ്യരാണല്ലോ, സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്യും. പക്ഷേ അവർ ഇതൊക്കെ അയച്ചു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരല്ലേ. അപ്പം ആ മനുഷ്യന് നേതൃത്വത്തിലുള്ള ആ പോലീസുകാരനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമല്ലോ. അതാ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് കരുതിയിട്ട് അവൻ പോലീസ് അല്ലാതാവുന്നില്ല. ഇതിൽ വളരെ പോലീസാണ് ലുക്മാൻ. പക്ഷെ വളരെ പോലീസുകാരൻ ഒരു പോലീസുകാരൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കഥകളാണ്. പോലീസ് പിന്നെ അവൻ്റെ ഔദ്യോഗിക ജീവിതം അല്ല സിനിമയിലുള്ളത്, അവൻ്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആണ് പിന്നെ നമ്മൾ ആ സിനിമയിൽ പറയുന്നത്. പക്ഷെ അതെന്തുകൊണ്ട് അവനെ പോലീസാക്കി? പോലീസല്ലാതെ അവനെ പല പച്ചക്കറി മാർക്കറ്റിലുള്ള ആളാക്കാം, ഷോപ്പിംഗ് പിന്നെ മൊബൈൽ ഷോപ്പിലുള്ള ആളാക്കാം, എന്തും ആക്കാലോ വ്യക്തി ജീവിതം പറയുന്നതാണെങ്കിൽ. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ, അതിനുത്തരം സിനിമ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഈ പറയുന്ന പോലെ നേരെ തിരിച്ച് നമുക്കിടെ വേറൊരു ഷെയ്ഡാണ് പുഴുവിലേക്ക് കൊടുത്തത്. അതിലും ട്രിപ്പ് ഇത് തന്നെയായിരുന്നോ? സ്വാഭാവികമായിട്ടും മമ്മൂക്കാനെ നെഗറ്റീവ് ഭയങ്കര ചാലഞ്ചായിരുന്നു. അത് നെഗറ്റീവ് റോളിൽ നെഗറ്റീവ് റോളിൽ എന്ന് പറയുമ്പോൾ ലിറ്ററലി ത്രൂ ഔട്ടോ ഞാൻ പറയുന്നത്. അവസാന നിമിഷം നായകൻ നന്നാവുന്നൊന്നുമില്ല പടത്തിൽ. നായകനും വില്ലനെല്ലാം ഒന്നാം പടത്തിൽ. അതായത് അയാൾ അവസാനം ഏതെങ്കിലും തരത്തിൽ കുറ്റബോധമോ ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒരു കഥാപാത്രം ആയിരിക്കും ആണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ മമ്മൂക്ക തന്നൊരു എന്നാൽ എഴുതിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണത്, എന്നിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതിൽ ജാതിപരമായ കാര്യങ്ങളൊക്കെ വരുന്നു. അതെങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഗ്രാമത്തിൽ ഏതോ ഒരു റിമോട്ട് ഏരിയയിൽ നടക്കുന്നതായിട്ട് ചെയ്യരുതെന്നൊക്കെ ഞങ്ങൾ റൈറ്റേഴ്സ്, ഞങ്ങൾ 3 പേരാണ് അത് ചെയ്തത്, പിന്നെ ഷർഫും സുഹാസും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് വന്നതല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് പിന്നെ അത് തന്നെയായിരുന്നു ഉദ്ദേശം. അല്ല, അങ്ങനെയല്ല. അതായത് ഇനീഷ്യൽ ആലോചന അതല്ല. ഇനീഷ്യൽ ആലോചനയിൽ ഇങ്ങനെയല്ല, അത് ഇങ്ങനൊന്നും ആയിരുന്നില്ലത്. ഇനീഷ്യൽ ആലോചനയിൽ പിന്നെ ഒരു കുട്ടിയുടെ കഥയായിരുന്നു അത്. മകനായിട്ട് വന്ന അത് മകനല്ല, ഈ മമ്മൂക്കാന്റെ ക്യാരക്ടറിനെ കൊല്ലുന്ന ചെക്കനല്ലേ, അവന്റെ കഥയായിരുന്നു ആദ്യം ഞാൻ ആലോചിച്ചത്. അതുകൊണ്ടാണ് ഞാൻ കുറേ കാലം നടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പിന്നെ വേറൊരു ഡയറക്ടർ ചെയ്യാൻ നേറ്റപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടത് പിന്നെ ഈക്വലാക്കി. അതായത് നായകനും ഈ പയ്യനും ഈക്വൽ ഇമ്പോർട്ടൻസ്. അപ്പം മുതലേ നെഗറ്റീവാണ്. അത് വേറെ ആരുമല്ല, ലിജോ പലിശ്ശേരിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ലിജോ പലിശ്ശേരിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അത് ഈക്വലായിരുന്നു. നമ്മൾ അതായത് പോലീസ് ക്യാരക്ടറും കൊല്ലാൻ വരുന്ന ചെക്കനും ഒന്നായിരുന്നു. അതും നടന്നില്ല. അത് നടക്കാതെ പോയപ്പോൾ പിന്നെ ഞാൻ ഉണ്ടൊക്കെ ചെയ്തപ്പോൾ നമുക്കായിട്ട് ഭയങ്കര പരിചയമായപ്പോൾ എനിക്ക് അപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഇങ്ങനെ അങ്ങനെയാണ് ഞാൻ എന്നാൽ പിന്നെ ഇത് നേരെ തിരിച്ച് ആ കുട്ടിക്ക് ചെറിയ റോളായിട്ടും ഇദ്ദേഹത്തിനെ വലുതാക്കിയിട്ടും. അപ്പോഴൊക്കെ ഇയാൾ ജാതി വെറിയുള്ള പോലീസുകാരൻ തന്നെയാണ് കേട്ടോ. തുടക്കം മുതൽ അതാ ഞാൻ പറഞ്ഞത്. ഇനീഷ്യലി ഇയാൾ ഒരു ജാതി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. ജാതി ആണ് അയാളെ ചിന്ത. തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ഈ പുഴുവെന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ട പടത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഫോർമാറ്റും പരിപാടിയൊക്കെ മാറി. അപ്പോൾ അതൊരു ഭയങ്കര ത്രില്ലാവുമല്ലോ. ഒരു പെർഫോമൻസ് അത് ഭയങ്കര റിസ്ക് ആയിരുന്നു. എഴുതാൻ റിസ്ക് ആയിരുന്നു, എല്ലാം കൊണ്ടും റിസ്ക് ആയിരുന്നു. കാരണം വെച്ചാൽ അത് ചെയ്ത് മമ്മൂക്കാണല്ലോ. അപ്പോൾ ഞങ്ങൾ 2-3 ദിവസം ഞാനും ഡയറക്ടർ രതീനയും ഞങ്ങൾ റൈറ്റേഴ്സും മമ്മൂക്കാൻ്റെ വീട്ടിലിരുന്നിട്ട് ഇതിൻ്റെ നല്ല തറവായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ പരിപാടികളും ഓരോ സീൻ ബൈ സീൻ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഒരേ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ എല്ലാതരം വേദനകളിലൂടെയും സിനിമ പോകുന്നുണ്ട്.
അതായത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പെയിൻഫുൾ ആണ്. അദ്ദേഹത്തിനത് പിന്നെ പെങ്ങള് പോയി പെങ്ങള് വേറൊരു താഴ്ന്ന ജാതിക്കാരൻ്റെ കൂടെ അയാൾ ഉദ്ദേശിക്കുന്ന ജാതിക്കാരുടെ പോയിട്ട് അതങ്ങോട്ട് വിട്ടതാണ് പുള്ളി. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ അവർ ഈ ഫ്ലാറ്റിലേക്ക് വരുന്നത്. അപ്പോൾ അമ്മയോട് പോയി പറയുന്നുണ്ട്, നമ്മളത് ഒഴിവാക്കിയല്ല, പിന്നെ ഇതിങ്ങനെ മറ്റുള്ളവരോട് പറയേണ്ടി വരുന്നത്. അപ്പോൾ അയാൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായില്ല. അയാളെ വേദന ഭയങ്കര ട്രിക്കി ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അതായത് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വർമ്മ സാറിൻ്റെ വേദനയുടെ കൂടെ പ്രേക്ഷകർ നിൽക്കുകയും വേണം, എന്നാൽ നിൽക്കുന്നത് മോശമല്ലേ എന്ന് അവർക്ക് തോന്നുകയും വേണം. മനസ്സിലായില്ല. അതായത് പെങ്ങളെ കൊന്നു കഴിഞ്ഞിട്ട് ഒരു ആ മുടിയുടെ മാറ്റി വെക്കുന്നൊരു ഷോട്ട് ഉണ്ടല്ലോ, അപ്പോൾ വർമ്മ കരഞ്ഞു പോകുന്നുണ്ട്. ഐ മീൻ സങ്കടം കൊണ്ട്. ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അയാളോട് സങ്കടം തോന്നുകയും വേണം, എന്നാ സങ്കടം തെറ്റാണെന്നും തോന്നണം. അത് വലിയ റിസ്ക് ആയിരുന്നു. ചിലർക്ക് തെറ്റാൻ തോന്നി, ചിലർക്ക് തോന്നിയില്ല. അപ്പോൾ ലുക്മാൻ അവതരിപ്പിച്ച ക്യാരക്ടർ ഒരു അപ്പർ കാസ്റ്റാണ്. ഐ മീൻ ആ ക്യാരക്ടർ. അപ്പോൾ അവനെ ഞാൻ കാസ്റ്റ് ചെയ്തത് ഏതാണ്ട് ഒരു വെളുത്ത കളറുള്ള ഒരാളായിരുന്നു. അവനാ കാറ് തരില്ല എന്ന് പറഞ്ഞു, പകരം ലുക്മാനാ കൊണ്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, നിറവും ജാതിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിറം വേറെ ജാതി വേറെ, അതിലും നിങ്ങൾക്ക് രാഷ്ട്രീയം കാണാം. രാഷ്ട്രീയം ഇല്ലാതൊന്നും ഉണ്ടാവില്ലല്ലോ, അതതിൻ്റെ കൂടെ വന്നോളും. നമ്മളിവിടെ അല്ല ജീവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ചിട്ടൊന്നും കാണുന്നില്ല എന്ന് അഭിനയിക്കേണ്ടി വരും. എങ്കിൽ പോലും ആ കണ്ണടക്കലും ആ മിണ്ടാതിരിക്കലും രാഷ്ട്രീയമാണ്. ഒരു കടപ്പുറത്ത് പുള്ളി പോയി നിന്നപ്പോൾ കടലിൽ നോക്കിയിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പുള്ളി ആലോചിച്ചു പറഞ്ഞു, എന്തിനായിരിക്കും ആൾ നിൽക്കുന്നുണ്ടാവും, അയാൾ ആരെ കാത്തു നിൽക്കുന്നു. അങ്ങനെ ആലോചിച്ചിട്ട് ഇയാൾ എവിടുന്നാ വരുന്നു, ആരെയും കാത്തു നിൽക്കണോ, ആരെയും പോയതാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് എബോട്ട് എല്ലി ചെയ്ത് പുള്ളി പറഞ്ഞതാന്ന്. അതിലാണ് അത്ര എബോട്ട് എല്ലി വന്നു കിടിപ്പോയില്ല കേട്ടിട്ട്.